ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ നമുക്കെന്നും മനസ്സിന് ഒരു വികാരവായ്പോടുള്ള ഒരു കൂടിച്ചേരലിൻ്റെ അവസരമാണ്. എറണാകുളത്ത് മാത്രമല്ല എല്ലാ രൂപതകളിലും വിയാനി പുണ്യാള തിരുനാളിനോടനുബന്ധിച്ച് വൈദികർ ഒന്നിച്ചു കൂടുകയും ഔദ്യോഗിക ചടങ്ങുകൾക്കൊന്നും ഇടം കൊടുക്കാതെ പരസ്പരമുള്ള സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കിടുന്ന ഒരു സന്ദർഭമാണിത്. രണ്ടായിരത്തി 9-10 വർഷങ്ങളിലെ വൈദിക വർഷം കത്തോലിക്ക സഭയിലെ ആചരിച്ചപ്പോൾ ബെനഡിക്ട് 16 മാർപ്പാപ്പ അതിന് കാരണമായിട്ട് എടുത്ത പശ്ചാത്തലം വിശുദ്ധ ജോൺ മരിയ വിയാനി മരിച്ചിട്ട് 150 വർഷം പൂർത്തിയായതാണ്. ആ പൂർത്തിയായ ജൂബിലിയുടെ പശ്ചാത്തലത്തിലാണ് വൈദിക വർഷം സഭ കൊണ്ടാടിയത്. വൈദിക വർഷത്തോടനുബന്ധിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ സാർവത്രിക സഭയിലെ എല്ലാ വൈദികർക്കുമായിട്ട് എഴുതിയ മനോഹരമായിട്ടൊരു കത്തുണ്ട്. മാർപ്പാപ്പ വലിയൊരു ദൈവശാസ്ത്രജ്ഞനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കത്ത് നിങ്ങൾ വായിക്കുമ്പോൾ മാർപ്പാപ്പ ആ കത്ത് എഴുതിയിട്ടുള്ളത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ വികാരങ്ങളുടെ ഒരു കുത്തൊഴുക്കായിട്ടാണ്. ഈ കത്തിലെ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. അവർക്ക് ദീർഘമായിട്ട് തന്നെ കേട്ടും കണ്ടും ഇരുന്നിട്ട് അവർക്ക് വിശപ്പുണ്ട്. കർത്താവ് സംസാരിച്ച ഇടം ഒരു വിജനപ്രദേശമായിരുന്നു. കർത്താവ് പറഞ്ഞു, നമ്മൾ ഇവർക്ക് അപ്പം കൊടുക്കണം. നമുക്ക് എവിടെ നിന്ന്? ബെനഡിക്ട് 16 മാർപ്പാപ്പ വൈദികർക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, ആരുടെ കയ്യിലും അപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു പിഞ്ചു ബാലൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. കർത്താവിൻ്റെ പ്രസംഗം നീണ്ടുപോകും എന്ന് കരുതിയിട്ട് കുഞ്ഞ് കരയാതിരിക്കാൻ അമ്മ കൊടുത്ത കരുതലായിരുന്നു അത്. ആ കുഞ്ഞെ ബർത്തലോമിയായും അന്ത്രയോസൊക്കെ അപ്പം അന്വേഷിച്ച് ചെന്നപ്പോൾ കൊടുത്തെന്ന് പറയുന്നത്. ആ 5 അപ്പം കീറി മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തതാണ് അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിൻ്റെ പശ്ചാത്തലം. അതെല്ലാവരും തിന്ന് തൃപ്തരായിട്ട് ബാക്കി വന്നത് നഷ്ടപ്പെടുത്താതെ ശേഖരിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ശിഷ്യന്മാർ ശേഖരിച്ചു. അത് 12 നിറവിൻ്റെ കൊട്ടകളായിരുന്നു. ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന്മാരെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ള എൻ്റെ മെസ്സേജിൻ്റെ കാതിൽ അത് തന്നെയാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ 25 വർഷമായിട്ടും 50 വർഷമായിട്ടും എ പ്രീസ്റ്റ് available to the Lord Jesus and available to his people. ഞാൻ അച്ഛന്മാരുടെ കബറടക്ക ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരച്ഛൻ്റെ മരണം അച്ഛൻ്റെ ഉത്ഥാനത്തിൻ്റെ കൊടിനാട്ടലാണ്. കാരണം തനിക്കുള്ളതെല്ലാം ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് മുറിച്ച് പങ്കിടാൻ അദ്ദേഹം നടത്തിയ കഠിന പോരാട്ടത്തിൻ്റെ ഒരു പരിശ്രമമാണ്. നമ്മുടെ നാട്ടിലെ പള്ളികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സാക്ഷരതാ രംഗത്തൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, ആരോഗ്യ രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ മേഖലകളിൽ അവിടെയൊക്കെ നമ്മുടെ വൈദികര് കാണിക്കുന്ന ഒരിഷ്ടം
കൊടുക്കാനും കൊടുത്തു തീർക്കുന്നത് വരെ സന്തോഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കാനൊക്കെ അവർ കാണിക്കുന്ന ഈ വലിയ അവൈലബിലിറ്റി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വാക്കുകൾക്കൊക്കെ അതീതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വൈദികൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം അഫക്ഷനേറ്റും അട്രാക്റ്റീവാണ്. വൈദിക ജീവിതം എന്നും വളരെ അഫക്ഷനേറ്റാണ്. ചിലപ്പോൾ മുൻശുദ്ധി കൊണ്ടൊക്കെ ചാടുവായിരിക്കാം, പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ തണുക്കും. അത് കഴിയുമ്പോൾ എല്ലാം ശാന്തമാകും. അവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവന് കൊടുക്കാൻ, അവൻ്റെ കാര്യം നടത്തി കൊടുക്കാൻ നമുക്ക് കഴിയും. അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ പലപ്പോഴും ആളുകൾ ശാന്തതയോടുകൂടെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അച്ഛൻ വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്ത മാതൃകയാണ് അച്ഛനെ കേൾക്കാൻ അവരെ സന്നദ്ധരാക്കുന്നത്. അച്ഛനെ കേട്ടുകൊണ്ടിരുന്നിട്ടും അവർക്ക് മടുപ്പ് തോന്നാത്തത് ഈ പാവപ്പെട്ട അച്ഛൻ ഒന്നും സമ്പാദിക്കാതെ, ഒന്നും സ്വകാര്യമായിട്ട് കരുതാതെ എല്ലാം കൊടുത്തു തീർക്കാനായിട്ട് കാണിക്കുന്ന ഒരു ഔദാര്യമുണ്ട്. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ മറ്റൊരു പദമാണ്, പൗരോഹിത്യത്തെ വിശേഷിക്കുന്ന ഔദാര്യമാണ്, ദ ജനറോസിറ്റി. എത്രയോ കാണാതെ പോയ ആടുകളെ കണ്ടുപിടിച്ചിട്ടുള്ള അച്ഛന്മാരാണ് ഇവരൊക്കെ. വഴിതെറ്റിപ്പോയതിനെ കണ്ടെത്തിയവരാണ്. ഇറങ്ങിപ്പോയതിനെ തിരിച്ചു വന്നപ്പോൾ ചേർത്ത് പിടിച്ച് ചിലപ്പോഴേ ഇടവകയിൽ മറ്റു വല്ലതും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എങ്കിൽ പോലും അവനെ മാറ്റി നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞ ധൂർത്തപുത്രൻ്റെ അപ്പൻ്റെയൊക്കെ പ്രതീകമാണ്. സ്നേഹമുള്ള അച്ഛന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പോരുന്നതിന് മുൻപ് ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് മനോഹരമായിട്ടൊരു കത്താണല്ലോ, അതിലെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട്. നമ്മുടെ പൗരോഹിത്യം ഒരിക്കലും ഒരു സ്ഥാപനവൽക്കരണത്തിൻ്റെയോ കല്ലിലും മണ്ണിലൊക്കെ പടുത്തുയർത്തിയ വലിയ സൗധങ്ങളുടെയൊക്കെ കഥകളല്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മെ സ്വാർത്ഥത കൂടാതെ, നമ്മെ നമുക്ക് വേണ്ടി മാറ്റിവെക്കാതെ, നമുക്ക് തന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കാൻ നമ്മൾ നടത്തിയ പരിശ്രമമാണ്. ഒരച്ഛൻ മരിക്കുമ്പോൾ ശ്വാസം നിലച്ചതല്ല, കൊടുത്തു തീർത്തത് പൂർത്തിയായപ്പോൾ അച്ഛന് ദൈവം കൊടുത്ത പ്രതിഫലമാണ് അച്ഛൻ്റെ മരണം. അച്ഛന്മാർക്ക് ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സിൽവർ ജൂബിലിക്കാരായ കൊച്ചച്ഛന്മാർക്കും സീനിയറായിട്ടുള്ള ഗോൾഡൻ ജൂബിലിക്കാർക്കും ഒരിക്കൽ കൂടെ സഭയുടെ നാമത്തിൽ, അതിരൂപതയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിലേക്ക് നമസ്കാരം.